നമുക്കറിയാം 1920 താഷ്കണ്ടിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം നടന്നത്. ആ ആശയങ്ങൾ നമ്മുടെ രാജ്യത്ത് എത്തിയതിനു ശേഷമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണം എന്ന പ്രമേയം അഹമ്മദാബാദ് AICC-ക്കകത്തുണ്ടായത്. നമുക്കറിയാം, ആ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരായവരും കോൺഗ്രസ്സിനകത്താണ് പ്രവർത്തിച്ചിരുന്നത്. ഹസ്രത്ത് മൊഹാനി എന്ന കമ്മ്യൂണിസ്റ്റാണ് ആ പ്രമേയം അവതരിപ്പിച്ചത്. പക്ഷേ അതവിടെ പരാജയപ്പെട്ടു. ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ആ മുദ്രാവാക്യം അംഗീകരിക്കുന്നതിലേക്ക് ദേശീയ പ്രസ്ഥാനമെത്തിയത്. ഇതോടൊപ്പം കാണേണ്ടൊരു വസ്തുത, സ്വാതന്ത്ര്യം പ്രാപിച്ച മൂന്നാം ലോക രാഷ്ട്രങ്ങളിൽ ജനജീവിതം കെട്ടിപ്പടുക്കുന്നതിന് സോവിയറ്റ് യൂണിയൻ വലിയ സഹായമാണ് നൽകിയത്. ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഒരു രീതിയിലും പച്ചപിടിക്കാൻ പാടില്ല എന്നതായിരുന്നു സാമ്രാജ്യത്തിൻ്റെ നിലപാട്. അപ്പോൾ ഘനവ്യവസായങ്ങൾക്കടക്കമുള്ള സഹായം സോവിയറ്റ് യൂണിയൻ നൽകിക്കൊണ്ടാണ് ഇന്ത്യയുടെ വളർച്ചക്കുതകുന്ന നിലപാട് സ്വീകരിച്ചത് എന്നത് നമുക്കറിയാം. ഈ വർത്തമാനകാലം സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച, സോഷ്യലിസ്റ്റ് വ്യവസ്ഥക്കേറ്റ തിരിച്ചടി, അത്തരമൊരു ഘട്ടത്തിൽ അമേരിക്കൻ അധിനിവേശം ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ സജീവമായിരിക്കുകയാണ്. അത്തരം സാഹചര്യം വരുമ്പോൾ സോവിയറ്റ് യൂണിയനും സോഷ്യലിസ്റ്റ് വ്യവസ്ഥയും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് രാജ്യങ്ങളും ലോകവും ചിന്തിക്കുന്ന അവസ്ഥ വരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. അപ്പം നമുക്കറിയാം, സാമ്രാജ്യത്വം മുതലാളിത്തത്തിൻ്റെ വികസിത രൂപമാണ്. പക്ഷേ ലോകത്തിന് എന്ത് സംഭാവനയാണ് മുതലാളിത്തം ചെയ്തിട്ടുള്ളത്, സാമ്രാജ്യത്വം ചെയ്തിട്ടുള്ളത്? സമ്പന്നരെ അതിവേഗം സമ്പന്നരാക്കുന്നു, ദരിദ്രരെ കൂടുതൽ ദരിദ്രരാക്കുന്നു. 2021 അവസാനത്തോടെ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ 10 കോടിയുടെ വർധനവ്, അങ്ങനെ 74.5 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ് ലോകത്ത്. ആഗോള ജനസംഖ്യയിൽ 81 കോടി 10 ലക്ഷം ജനങ്ങൾ പോഷകാഹാരക്കുറവാണ് നേരിടുന്നത്. അതേപോലെ തന്നെ ലോകത്ത് ഓരോ മിനിറ്റിലും കടുത്ത പട്ടിണി മൂലം 11 പേർ വീതം മരണമടയുകയാണ്. ഇതാണ് മുതലാളിത്തത്തിൻ്റെ സംഭാവന. അപ്പോൾ നിരവധി ദുരന്തങ്ങൾ ഈ വർത്തമാനകാലത്ത് മുതലാളിത്തം സംഭാവന ചെയ്തിട്ടുണ്ട്. മുതലാളിത്തത്തെ ശരിയായ രീതിയിൽ തുറന്നു കാണിക്കാനും
മുതലാളിത്ത വ്യവസ്ഥ എന്താണെന്ന് വിശദീകരിക്കാനും അതിൻ്റെ ദൗർബല്യങ്ങളെ തുറന്നു കാണിക്കാനും പ്രാപ്തമായ ആശയഗതി മാർക്സം മാത്രമാണ്. അതുകൊണ്ടാണ് ആഗോള സാമ്പത്തിക പ്രതിസന്ധി ലോകത്തെ ആകെ പിടിമുറുക്കിയ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകമായി മൂലധനം മാറിയത്. അപ്പോൾ മുതലാളിത്ത വ്യവസ്ഥയുടെ ദൗർബല്യങ്ങളെ പരിഹരിച്ചുകൊണ്ട് മുതലാളിത്തത്തിന് ബദൽ എന്ന നിലയിൽ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ മാത്രമാണ് ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ മുതലാളിത്തത്തിന് ബദൽ സോഷ്യലിസമാണ്. അതുകൊണ്ട് തന്നെയാണ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥ നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളെ ദുർബലപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ സാമ്രാജ്യത്വം നിരന്തരം ആവിഷ്കരിക്കുന്നത്. ചൈനയെ ഒറ്റപ്പെടുത്തുന്നതിന് എല്ലാ വേദികളും ഉപയോഗപ്പെടുത്താനാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ചൈനയുടെ അയൽ രാജ്യങ്ങളുമായി സൈനിക സഖ്യങ്ങൾ രൂപപ്പെടുത്താൻ അമേരിക്കൻ സാമ്രാജ്യത്വം തയ്യാറാവുകയാണ്. ക്യൂബയ്ക്കെതിരെ അമേരിക്കയുടെ ഉപരോധം തുടരുന്നു. വടക്കൻ കൊറിയയ്ക്കെതിരെ അമേരിക്കൻ സാമ്രാജ്യത്വം രംഗത്തിറങ്ങുന്നതും ഇതിൻ്റെ ഭാഗമായി തന്നെയാണ്. സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്ക് ഏറ്റ തിരിച്ചടി ഒരു പുതിയ സാഹചര്യമാണ് ലോകത്ത് സൃഷ്ടിച്ചത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വികാസം, ആഗോളവൽക്കരണ നയങ്ങളുടെ കടന്നുവരവ്, ഇതെല്ലാം ഒരു ലോകക്രമം പുതിയ തരത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ പുതിയ ലോകക്രമത്തിൽ നിന്നുകൊണ്ട് സോഷ്യലിസ്റ്റ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനാണ് ഓരോ സോഷ്യലിസ്റ്റ് രാഷ്ട്രവും പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന അതേ രീതിയല്ല, വ്യത്യസ്തമായ വഴികൾ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ സ്വീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ചൈന, ക്യൂബ, വടക്കൻ കൊറിയ, വിയറ്റ്നാം, ലാവോസ്, ഇവയെല്ലാം സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളെന്ന നിലക്ക് അത്തരം വഴികളിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.